ദുബായിലെ ഗതാഗത ശൃംഖല വിപുലീകരിക്കാൻ പദ്ധതി തയ്യാറാക്കി ദുബായ് RTA. ഇതുമായി ബന്ധപ്പെട്ട് ദുബായ് ഹോൾഡിംഗ്സുമായി 600 കോടി ദിർഹത്തിന്റെ കരാറിൽ ഒപ്പിട്ടതായി RTA അറിയിച്ചു. ദുബായ് ഹോൾഡിംഗ്സ് ചെയർമാൻ ഷെയ്ഖ് അഹമ്മദ് ബിൻ സയ്യിദ് അൽ മക്തൂമിന്റെ സാന്നിധ്യത്തിൽ RTA ചെയർമാൻ മത്തർ അൽ തായറും ദുബായ് ഹോൾഡിംഗ് ഗ്രൂപ്പ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അമിത് കൌശലുമാണ് പുതിയ പങ്കാളിത്ത കരാറിൽ ഒപ്പിട്ടത്. ദുബായ് ഐലൻഡ്സ്, അൽഫർജാൻ, ജുമേറ പാർക്ക്, അർജാൻ, ലിവാൻ, മജാൻ, ജുമേറ, വില്ലേജ് ട്രയാങ്കിൾ എന്നിവയുൾപ്പെടെ ദുബായിലെ വിവിധ റെസിഡൻഷ്യൽ വാണിജ്യ മേഖലകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനാണ് പ്രധാനമായും പദ്ധതി ലക്ഷ്യമിടുന്നത്. ഉൾറോഡുകളിലും പ്രവേശന പോയിന്റുകളിലുമുള്ള യാത്രാ സമയം 70% വരെ കുറയ്ക്കുകയും ഗതാഗത സുരക്ഷ മെച്ചപ്പെടുകയും ചെയ്യും. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിൽ നിന്ന് ദുബായ് പ്രൊഡക്ഷൻ സിറ്റിയിലേക്കുള്ള പ്രവേശനം മെച്ചപ്പെടുത്താനും യാത്രാ സമയം കുറയ്ക്കാനും പുതിയ പാലങ്ങൾ നിർമ്മിക്കും. പ്രധാന വാണിജ്യ താമസ പ്രദേശങ്ങളിൽ ഉൾറോഡുകളും എൻട്രി എക്സിറ്റ് പോയിന്റുകളും വികസിപ്പിക്കുന്നതിലൂടെ യാത്രാ സമയം 30 മുതൽ 70% വരെ കുറയ്ക്കാനാകുമെന്നും അധികൃതർ വ്യക്തമാക്കി. പാം ജുമേറയിൽ 2 കാൽനട പാലങ്ങൾ നിർമ്മിക്കാനും പദ്ധതിയിൽ ധാരണയായിട്ടുണ്ട്. 24 ദുബായ്.